ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് വിദ്യ. ഞാൻ നാട്ടിൽ പാലക്കാടാണ് സ്ഥലം. ഇപ്പം ഞാൻ ഫിസിയോതെറാപ്പിസ്റ്റായിട്ട് ജർമ്മനിയിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പം ഞാനിപ്പോൾ ഇവിടെ എന്തിനാണ് ഇരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ചെറിയ എക്സ്പീരിയൻസ് നാട്ടിൽ നിന്ന് ജർമ്മനിയിലോട്ട് എത്താനുള്ള കാരണം, പിന്നെ ഇവിടെ വന്നിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ പഠിച്ചത് നാട്ടിലാണ്. അത് കഴിഞ്ഞിട്ട് നാട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, പിന്നെ ഗൾഫ് കൺട്രിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് ജർമ്മനിയിലോട്ട് വരാൻ വേണ്ടി ഡിസൈഡ് ചെയ്തത്. അപ്പോൾ ഇവിടെ വരാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ടത് ജർമ്മൻ ലാംഗ്വേജ് ആണ്. ഈ ലാംഗ്വേജ് നമ്മൾ എങ്ങനെയെങ്കിലും പഠിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇവിടെ വർക്ക് ചെയ്യാനുള്ള സാഹചര്യം വളരെ എളുപ്പമാവുകയാണ്. പിന്നെ ലാംഗ്വേജ് നമ്മൾ പഠിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാം, എംപ്ലോയേഴ്സിനെ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മളെ റെക്കഗ്നീഷൻ പ്രോസസ്സാണ്. ഇതെല്ലാം തന്നെ അവരെ ഏറ്റെടുത്തിട്ട് ചെയ്യും. നമ്മളെ എംപ്ലോയേഴ്സ് ആണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പാണ് വിസ പ്രോസസ്സ്. അപ്പൊ ഈ ഒരു 3 സ്റ്റേജിലൂടെയാണ് നമ്മൾ എപ്പോഴും കടന്നു പോകുന്നത്. പിന്നെ ഞാൻ ഇങ്ങോട്ട് വരാനുള്ള കാരണം മെയിൻ ആയിട്ടുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോ നാട്ടിലായാലും ഇപ്പോ ഗൾഫിലായാലും വർക്ക് ചെയ്യുന്ന സമയത്തായാലും യൂറോപ്യൻ സ്റ്റാൻഡേർഡ് വേറെ തന്നെയാന്ന് എല്ലാവരും പറയും. അപ്പൊ ഈ ജർമ്മനിനെ കുറിച്ച് വായിക്കുന്ന സമയത്ത് സ്ട്രെസ് ഫ്രീ വർക്ക് ലൈഫ് ബാലൻസ്, ഇപ്പൊ ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പൊ നാട്ടിലിപ്പോ ഫിസിയോതെറാപ്പിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ അറിയായിരിക്കും, നമ്മളെ വർക്ക് ഭയങ്കര സ്ട്രെസ്സാ. ഞാനും വർക്ക് ചെയ്തിട്ടുണ്ട്, എനിക്കറിയാം. പിന്നെ ഗൾഫിലായാലും അങ്ങനെ, ഇപ്പൊ ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്തത്. അവിടെ ആയാലും സ്ട്രെസ്സിന് കുറവൊന്നുമില്ല, എപ്പോഴും സ്ട്രെസ്സും കാര്യങ്ങളും തന്നെയാണ്. ഒരു അപ്പോയിന്റ്മെന്റ് ടൈമിംഗ് ഒന്നുമില്ല, പേഷ്യൻസ് എല്ലാം കൂടെ ഒരുമിച്ച് വരും. അപ്പൊ നമുക്ക് ഒരു ടൈം മാനേജ്മെന്റ് ഇല്ല, അങ്ങനെയൊക്കെ ഒരു അവസ്ഥയാണ്. പിന്നെ ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ടാണെങ്കിലും പഠിച്ചു കഴിഞ്ഞ ടൈമിൽ ഞാൻ എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ടോ അതാണ് ഇംപ്ലിമെന്റ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ച് വർഷം കഴിയുന്ന സമയത്ത് കുറച്ച് ചില പേര് മാത്രം തന്നെ ഇംപ്രൂവൈസ് ചെയ്യുന്നുള്ളൂ. നമ്മൾ പഠിച്ചതെല്ലാം റിവൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ അറ്റൻഡ് ചെയ്യുന്നത്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കുറച്ച് പേര് മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പൊ ഇതാണിപ്പോ നാട്ടിലത്തെ ഒരു അവസ്ഥ എന്ന് ഞാൻ പറയുന്നത്. പിന്നെ ഇവിടെ ജർമ്മനിയിലെത്തി ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ട് എനിക്ക് മനസ്സിലായ കാര്യം, ഇവിടെ സ്ട്രെസ് ഫ്രീ വർക്കാണ്. നമ്മളൊരു വീക്കിൽ 5 ഡേയ്സാ വർക്ക് ചെയ്യുന്നുള്ളൂ. പിന്നെ നമുക്ക് വരുന്ന പേഷ്യൻസ് ആണെങ്കിലും എല്ലാം ഫിക്സ്ഡ് അപ്പോയിന്റ്മെന്റ്സ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സ്ട്രെസ് നമുക്ക് വരുന്നില്ല. നമുക്ക് തരുന്ന അപ്പോയിന്റ്മെന്റിൽ പേഷ്യൻസ് പങ്ക്ച്വൽ ആയിട്ട് എത്തുന്നു, നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു. ഇത്ര മാത്രമേ നമ്മൾ ചെയ്യേണ്ട കാര്യമുള്ളൂ. ഈ പേഷ്യന്റിനെ നമ്മൾ ടൈമിംഗ് മാനേജ് ചെയ്യേണ്ട കാര്യം ഇതൊന്നും തന്നെ നമുക്ക് വരുന്നില്ല. പിന്നെ നമ്മൾ ഈ ഫിസിയോതെറാപ്പിസ്റ്റ് ആയിട്ട് ഇവിടെ ലൈസൻസ് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരുപാട് സർട്ടിഫിക്കേഷൻ കോഴ്സസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. നമ്മൾ എപ്പോഴും പഠിച്ച് നമ്മളെ സെൽഫ് ഇംപ്രൂവൈസ് ചെയ്യാൻ പറ്റും നമ്മളുടെ പ്രൊഫഷൻ. അപ്പോ ഈ സർട്ടിഫിക്കേഷൻ കോഴ്സ് എല്ലാം തന്നെ എംപ്ലോയറും പിന്നെ ഇവിടുത്തെ ഗവൺമെന്റുമാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മളിതിന് പ്രത്യേകമായിട്ടൊന്നും പേ ചെയ്യേണ്ട കാര്യമില്ല. അത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഫിസിയോ ആയിട്ട് വർക്ക് ചെയ്യാനാണെങ്കിൽ പ്രൊഫഷണൽ ഇംപ്രൂവ്മെന്റിനായിട്ടുണ്ടെങ്കിലും വർക്ക് അറ്റ്മോസ്ഫിയറിനായിട്ടുണ്ടെങ്കിലും ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള രാജ്യം ജർമ്മനിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കും ഇവിടെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ലാംഗ്വേജ് പഠിക്കുക, എത്രയും പെട്ടെന്ന് പ്രോസസ്സും കാര്യങ്ങളെല്ലാം തീർക്കുക. ഇവിടെയാണെങ്കിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഫിസിയോസിനായാലും എല്ലാ മെഡിക്കൽ പ്രൊഫഷണൽസിനായാലും ഒരുപാട് വേക്കൻസീസ് ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കും ഇവിടെ എത്താൻ പറ്റട്ടെ.